പണ്ടത്തെ പിള്ളേര് വലിയൊരു മാറ്റം തന്നെ സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ പിള്ളേര് ഇവര് ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് പറയാൻ പറ്റുന്നില്ല. മറ്റു പിള്ളേരുടെ വീഡിയോ കണ്ടില്ലേ, സ്റ്റേജിൽ തകർത്തവര്. ആ പിള്ളേര് എന്ത് തെറ്റാ ചെയ്തേക്കണത്? എല്ലാവർക്കും മനസ്സിലായി, സർക്കാരിന് മാത്രം മനസ്സിലായില്ല. ഇപ്പിള്ളേരൊക്കെ നമ്മുടെ നാടിന് വേണ്ട. സർക്കാർ അവന്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും പണ്ടാരത്തിനൊപ്പം. പണ്ടാരത്തുരുത്തിലെ കുടിവെള്ള പ്രശ്നം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ഉത്തരം മുട്ടിയും മാധ്യമങ്ങളെ അവഗണിച്ചും സർക്കാർ. നമസ്കാരം, പ്രൈം ടൈം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളം കണ്ട വ്യത്യസ്തമായ പ്രതിഷേധ സമരത്തിന്റെ അമരക്കാരൻ ശ്രീ ഗോവിന്ദൻകുട്ടിയാണ്. നമസ്കാരം ഗോവിന്ദൻകുട്ടി. നമസ്കാരം. ഇതുപോലൊരു സമരരീതിക്ക് മുതിരാനിടയ കാരണം ഞങ്ങളുടെ അവസ്ഥ അതായതുകൊണ്ടാണ്. കുടിക്കാൻ കുറച്ച് കുടിവെള്ളം പോലും അത് നരകിച്ച് മടുത്ത് എന്തൊക്കെ സമരം ചെയ്തിട്ട് ആരും ഒന്ന് തിരിഞ്ഞു നോക്കണമില്ല. പിന്നെ നിങ്ങളാണെങ്കിലും ഇപ്പം ഞങ്ങൾ വല്ല തരണേ നിരാഹാരമൊക്കെ നടത്തിയിരുന്ന ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. ഇല്ലല്ല, നിങ്ങൾക്ക് റേറ്റിംഗ് ഒക്കെ നോക്കിയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഒരു പ്രശ്ന പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഉണ്ട്, ഉണ്ടാവണം. ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. 7 നദികൾ വന്ന് ചേർന്ന സ്ഥലമാണ് ഞങ്ങളുടെ കൊച്ചി. ഇത്രയും വെള്ളത്തിന് നടുക്കിടന്നിട്ടും കുടിവെള്ളത്തിന് വേണ്ടി തെണ്ടേണ്ട സ്ഥിതിയാണ്. ഇപ്പം തന്നെ ഏകദേശം ഒരു 40 പ്രാവശ്യത്തിൽ കൂടുതൽ ഞങ്ങളുടെ ഈ പുഴ ചുവന്ന് ഒഴുകിയിട്ടുണ്ട്. ഒരു 20 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ മീനൊക്കെ ചത്തു വന്നിട്ടുണ്ട്. ഈ പുഴത്തീരത്തുള്ള ഫാക്ടറിയിൽ നിന്നൊക്കെയുള്ള കെമിക്കൽസൊക്കെ വെച്ച് തള്ളാനാണല്ലോ. ചോദിക്കാനാരാണ്? ഈ 35 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന കൊച്ചിയിലുള്ള ജനങ്ങൾ മുഴുവൻ കുടിക്കുന്നത് ഈ വിഷം കലർന്ന വെള്ളമാണ്. ഞങ്ങൾക്കാണെങ്കിൽ അതുപോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം. ശുദ്ധീകരണ പ്രവൃത്തികൾക്കൊക്കെ ശേഷമാണ് കുടിവെള്ളം ജനങ്ങൾക്ക് എത്തുന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ. എന്ത് ശുദ്ധീകരണം? ഈ ഫാക്ടറിയിൽ നിന്നൊക്കെ ഇവിടുന്ന് ഈ ഖരമാലിന്യം മുഴുവൻ ശുദ്ധീകരിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പിന്നെ ഈ കുറച്ച് വർഷം മുമ്പേയുള്ള ഈ കിഡ്നി രോഗികളുടെ എണ്ണം ഉണ്ടല്ലോ, അതെടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോഴത്തെ എണ്ണം എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് ഈ ഫയൽ നോക്കി കഴിഞ്ഞാൽ വേണ്ട, അതെല്ലാം ഞങ്ങളുടെ ഡേറ്റാബേസിലുണ്ട്. ഉണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് തന്നെയാണ് എനിക്കിതൊക്കെ തന്നത്. എന്നിട്ട് അവൻ വേണ്ടി ഒന്ന് ശ്യാമിന് ഈ ഒരു അവസരത്തിൽ ശ്യാമിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ രമ്യ മരിക്കും കാരണമായത് ഈ പുഴയിലെ വിഷവെള്ളം കുടിച്ചിട്ടാണ്. അതിനെപ്പറ്റി ഡോക്ടർ പറയുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നത്. ഈ ചർച്ചയിൽ ശ്രീ തോമസ് എബ്രഹാം നമ്മളോടൊപ്പം ചേരുകയാണ്. പറയൂ ശ്രീ തോമസ് എബ്രഹാം. പോലീസിന്റെ പൂർണ്ണ പരാജയമാണ് ഇവിടെ സംഭവിച്ചത്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ ഇവർ കാട്ടിക്കൂട്ടിയ ശുദ്ധ തെമ്മാടിത്തരമാണ്. എനിക്ക് പറയാനുള്ളത് ഇവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നാണ്. ഇവിടുത്തെ ക്രമസമാധാനം പാലിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് എന്തിനാണ്? അവർ വല്ല പെട്രോൾ ബോംബോ ആസിഡ് ബോംബോ എറിഞ്ഞിരുന്നെങ്കിലും. എനിക്ക് മറ്റൊന്നുകൂടി പറയാനുള്ളത്, ഇവർക്ക് ഏതെങ്കിലും മാവോയിസ്റ്റ് ബന്ധമുണ്ടോ എന്നുകൂടി അന്വേഷിക്കണം. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയണേ? മാവോയിസ്റ്റ്? ഇയാൾ എവിടെ നിന്ന് സംസാരിക്കണേ? ഈ സ്റ്റുഡിയോയിലുണ്ടാ? എവിടെ ഇത് കഴിഞ്ഞിട്ടൊന്നും എനിക്കൊന്ന് കാണണോട്ടെ ഇയാളെ. നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പണ്ടാരത്തുരുത്തിലാകെ 100 താഴെ വീടുകളേ ഉള്ളൂ. ഞങ്ങളുടെ പൈപ്പുള്ള ആവശ്യത്തിന് വെള്ളം വരണം. രാത്രിയും പകലും ക്യൂ നിന്ന് നരകിച്ച് മടുത്ത് ദയവേത് ഞങ്ങളെ സഹായിക്കണം. പണ്ടാരത്തുരുത്തിലെ പ്രശ്നങ്ങൾക്കുമേൽ അധികാരികൾ കണ്ണു തുറക്കട്ടെ. ഇത് പണ്ടാരത്തുരുത്തിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെള്ളം കിട്ടാത്ത എത്ര സ്ഥലമുണ്ടെന്നറിയോ നിങ്ങൾക്ക്? ഈ വെള്ളമില്ലായ്മ എന്ന് പറയുന്നത്, ഈ വരൾച്ച എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. ഇതൊരു സത്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. ഇതാദ്യം അംഗീകരിക്കുന്നതോടെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. കുടിക്കാനുള്ള വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് കിട്ടണം. തീർച്ചയായും ഗോവിന്ദൻകുട്ടി. സമയത്തിന്റെ പരിമിതികൾ മൂലം ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി ഗോവിന്ദൻകുട്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നിങ്ങളാണ് എന്താണ് ഈ സമയത്ത്? എന്താണ് നിങ്ങൾ ടി വിയിൽ അവന്റെ വളവളാന്ന് വർത്താനം കേട്ടോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവാനും പോണില്ല. അല്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വീടും പറമ്പ് ഇപ്പൊ വിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പോ. പാടി നാണയിലുള്ള ഊളെ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞിട്ട് ന്യായം പറയണം. അല്ല, അഡ്വാൻസ് വാങ്ങിച്ചപ്പോ ഈ കഴപ്പൊന്നും കണ്ടില്ലല്ലോ. ഒന്ന് നിർത്തിക്കണോ? നിന്നോട് മേടിച്ച പൈസ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും. ഈ വീടും പറമ്പ് വിൽക്കാൻ എനിക്ക് സൗകര്യമില്ല. നീ കൊണ്ട് കേസ് കൊടുക്കും. തനിക്കെന്താണ് കണ്ടാമൃഗത്തിന് തൊലിക്കെട്ടിയ മറ്റുള്ളവരുടെ കാശ് വാങ്ങിച്ച് നാണുമാനില്ലാത്ത കൂട്ടർ. നമുക്ക് കാണാടോ, തനിക്ക് എന്നെ ശരിക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടാ. ഞാൻ എന്നെ ഓലപ്പാമ്പ് കാണിച്ച് ഓലത്തൂന്നല്ലേ? എടോ, ഒരു വെള്ള പേപ്പറിൽ കൂടെ ഒപ്പിടിപ്പിക്കാനുള്ള തനിക്ക് എന്നെ അഡ്വാൻസ് ഉണ്ടാക്കി തന്നെ. വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയാൻ ഇറങ്ങി പോടാ. നല്ലോണം വാങ്ങിച്ച് നക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്ന നാറി. നീ പോടെ നാറി. തനിക്ക് എന്നെ നേരെ അറിയാൻ പാടില്ലഞ്ഞിട്ടാ.
തന്നെ കൊന്നാലും ഇവിടെ ആരും ഒരു കോപ്പ് എന്റെ അടുത്ത് ചോദിക്കാൻ പോകില്ല, മനസ്സിലാടാ? പിന്നെ എന്നെ കുറിച്ച് തനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലായ? കുത്തി കുടലും കൊണ്ട പുറത്തിടും ഞാൻ. നാളെ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരും, പേപ്പറും മറ്റുമായിട്ട് ഒപ്പിട്ട് തന്നേക്കണം. പറഞ്ഞതുപോലെ ചെയ്തോ, വെറുതെ പ്രശ്നത്തിലേക്കണ്ട. അവന് നട്ടപ്രാന്താണ്. അതാ പറ സാറേ. മോടന്മാരി ആ ഗുണം ശരി പിടിക്കില്ല. സാറേ. ആ ഉണ്ടാകണം. കുഞ്ഞച്ചാ, ആ പിടി. കുഞ്ഞച്ചാ ഒപ്പിടും കുഞ്ഞച്ചാ. എടാ അത് ആ അങ്ങ് ഒപ്പിടുന്നേ. ഹലോ ബ്രോ, ഒന്ന് എക്സ്ക്യൂസ് മീ ബ്രോ. അതെ, ടീനെ ഒരു ഒലക്ക കിട്ടുവാ. ഓളെ കാവനെ കൂട്ടുകാരൊക്കെ സെറ്റാക്കി നിർത്തിയിരിക്കല്ലേ? അത് ശരി, ഇവന് പകലും കയറി വരാൻ അനുവാദം കൊടുത്തു. നിന്റെ കോൺഫിഡൻസ് തീർന്നില്ലടാ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ് ഒറ്റ കഞ്ചിക്ക് വാടാ. ആ വാടാ. പറഞ്ഞല്ലോടാ പുല്ല്. വാടാ വാടാ പന്നി. നീന്ന് വിചാരിച്ച കോപ്പം നടക്കാൻ പോലടാ. ചാവാണ്ട് പോടാ. നിന്നെ അടുത്താടാ. ആ കാണാടാ കാണാടാ. പോടാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവൺമെൻറ്റാണ് ഇത്. പണ്ടാരത്തുരുത്തിൽ കുടിവെള്ളക്ഷാമം എത്രത്തോളം ഭീകരമാണെന്ന് തിരിച്ചറിഞ്ഞ് തുരുത്തിലേക്കുള്ള കുടിവെള്ള വിതരണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാനും തകരാറ് പറ്റിയ ലൈനുകൾ മാറ്റിസ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. ഇതിനായി നിശ്ചിത തുക അനുവദിക്കും. ഈ തുരുത്തിന് വല്ല മാവോയിസ്റ്റ് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? ഈ പ്രതിഷേധം കേരളത്തിന് പുറത്തും ചർച്ചയാകുമ്പോൾ അത് കേരള സർക്കാരിന് തന്നെ നാണക്കേടല്ലേ? സാർ, ഇത് സ്ഥിരം പല്ലവിയല്ലേ? കുടിവെള്ളം കിട്ടാതെ ഒരു മരണം വരെ സംഭവിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധരാണ്.